ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസിന്റെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞങ്ങൾ എവിടേക്ക് പോവാൻ നിൽക്കാണ് ഗായ്സ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഒരു ഡേ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോവാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമല്ല. എന്നാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഫസ്റ്റ് ടൈം അത് ഫ്ലൈറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ഡൽഹിയിലേക്ക് പോവാൻ നിൽക്കാണ്. ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആരുമില്ല. നിങ്ങൾ ഈ ഒരു ആംബിയൻസ് നോക്കൂ. അതായത് കെട്ടുനിറ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇറങ്ങാൻ പോണത്. അതുകൊണ്ട് തന്നെ ചേട്ടന്മാരാരുമില്ല. അതിന്റെ ചെറിയൊരു സങ്കടം, ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ എയർപോർട്ടിൽ ഒരു കാര്യം അറിയില്ല. അന്ന് ഞാൻ പോയപ്പോഴാണെങ്കിൽ ഞാനൊന്നും അറിയേണ്ടിയിരുന്നില്ല. ചേട്ടന്റെ പിന്നാലെ ഞാൻ പോകും, ചേട്ടനല്ല കാര്യങ്ങളും ചെയ്യും. അത്രയായിരുന്നു. ഞാനിങ്ങനെ മൊബൈലില് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ അപ്പം നമ്മള് ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ ഇറങ്ങാനായിട്ട് നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ നമ്മളാക്കാൻ അപ്പൊ പിള്ളേരെ നമ്മളാക്കുന്നത് ഒരാളെ ലീനയുടെ അടുത്താക്കുന്നുണ്ട്, ഒരാളെ സിജിഎമ്മേരെ അടുത്തും സീതമ്മേരെ അടുത്തും. സിജിഎമ്മ ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ട്, പക്ഷെ അമ്മ ഇന്ന് ഇങ്ങോട്ട് വരും. നാളെ അമ്മ ലീവായി. ഐനൂനെ കൊണ്ട് അമ്മ പോകും. അമ്മയ്ക്ക് അമ്മയുടെ മേത്ത് കയറാൻ വാങ്ങി കുടിക്കും. അടിയില്ല. അപ്പൊ എന്തായാലും ഇനി 1 മണിക്കൂർ വണ്ടി വരാനായിട്ട് വേഗം റെഡി ആയി നിന്നുള്ളൂ. ഇത്ര നേരത്തെ റെഡി ആയി എന്തെങ്കിലും എടുക്കാമെന്നാണ് ആലോചിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ടെൻഷൻ ഉണ്ടോ? ഞങ്ങൾ വേറെ ഫ്ലൈറ്റ് ഒന്നും കയറി പോവില്ലല്ലേ? എടാ എനിക്ക് ടെൻഷൻ എന്താ പറയാ, ടെർമിനൽ എങ്ങനെ കണ്ടെത്തുന്ന ഒരു ടെർമിനൽ ബോർഡിംഗ് പാസിൽ ടെർമിനലും ഗേറ്റും ഉണ്ടാവും. ആ നമ്പർ വെച്ച് അവിടെ നിനക്ക് ഉള്ളി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കയറുമ്പോ തന്നെ കുറെ ബോർഡുകൾ കാണാൻ പറ്റും. ടെർമിനൽ 1 ടെർമിനൽ 2 അങ്ങനെ പറഞ്ഞിട്ട് കുറെ ബോർഡുകൾ ഉണ്ടാവും. ടെർമിനൽ 1 ടെർമിനൽ 2 അങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കി ജസ്റ്റ് നടക്കാം, ആ ടെർമിനലിലേക്ക് കയറാ. ആ ടെർമിനലിന്റെ ഉള്ളില് കുറെ ഗേറ്റുകൾ ഉണ്ടാവും. ആ ഗേറ്റുമ്പോ നമ്പർ ഗേറ്റ് നമ്പർ എഴുതിണ്ടാവും. മറ്റേ ഗേറ്റ് അല്ല, അത് നമ്മൾ ഈ വിമാനത്തിന്റെ ഉള്ളിൽ കയറൂലേ, അതിന് ഗേറ്റ് എന്ന് പറയാ. അതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ. അതിന് പറയാറിയോ? ഞാൻ അന്ന് എയർപോർട്ടിൽ പോയപ്പോഴാലേ എടാ അളിയൻ കയറി ചെയ്യുന്നു ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് നമ്മളിങ്ങനെ വിചാരിക്കണില്ലല്ലോ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒറ്റ ചേച്ചി പിടിച്ചിരിക്കും അങ്ങനെ നമ്മൾ വിചാരിക്കണില്ലല്ലോ. പേടിക്കാനൊന്നുമില്ല. പേട്ടതുള്ള അതെങ്കിലേ ഞങ്ങളിതേ റെഡിയായി. വണ്ടി എപ്പോഴാ? 10 മണിക്കല്ലേ ഏട്ടാ? 10 മണിക്കല്ലേ പറഞ്ഞിട്ടുള്ള? ആണോ? പിള്ളേര് ദേ അവിടെ അല്ലു കിത്തുന്റെ മൂട്ടീന്ന് പോണില്ല, അവന് മനസ്സിലായി. കാശീനെ ചേച്ചി പിടിച്ചിട്ടുണ്ട്, അതിന് ഓക്കെയാണ്. എങ്ങനെ പേട്ടതുള്ള പോണെന്ന്? എടാ എത്ര മണിക്കാകുമ്പോ നിങ്ങൾ മല കയറി ഏകദേശം ധാരണ? തിരക്കുണ്ടാ? ഹായ്. ശരി ഇട്ടാ. അവളാ അപ്പ എങ്ങനെ ഇട്ടാ? അവൾക്ക് കൊടുത്ത ഫോണെന്ന് ഇട്ടാ? പാറിന് കൊടുത്തേ? പാറിന് കൊടുത്തേട്ടാ? പാറുമോളെ നന്നായിട്ട് ഡാൻസ് കളിക്കണട്ടാ, അടിപൊളിയായിട്ട് പേട്ട തോന്നണം. ഓക്കെ, സൂപ്പർ ആവണം. അപ്പിട്ടാ മുട്ടി എന്റെ മോന്. സൂപ്പർ, ഗുഡ് ഗേൾ. ശരി ട്ടാ, അമ്മ പോവാൻ പോണിട്ട് പറ. അമ്മ റെഡിയായി കണ്ടാ? അമ്മ പറഞ്ഞില്ലേ അമ്മ പ്ലെയിനിൽ പോന്ന്.
അമ്മണ്ടല്ല വെള്ളല്ലേ, ഞാൻ നേരത്തെ കണ്ട് തുടച്ചു കളഞ്ഞതാ. അമ്മണ്ടല്ല നോക്ക്. അമ്മേ പ്ലെയിനിൽ പോയിട്ട് വരാം. ഓക്കെ, അമ്മ പ്ലെയിനിൽ പോയിട്ട് എന്റെ മോന് പ്ലെയിൻ മേടിച്ചിട്ട് വരാം കേട്ടാ. അമ്മ ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. വലിയ ആന്റിയുടെ അച്ഛന്മാരുടെ അടുത്ത് ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണം. പോവില്ലേ പോവില്ലേ, ഒരു ഉമ്മ തന്നിട്ട് പോ. ഒരു ഓ മൈ ഗോഡ്, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കില്ലേ എന്റെ മോൻ? ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കില്ലേ? ഓക്കെ അല്ലേ നീ? ഡൺ. ആ പോടാ പോടാ. ഇവിടെ ഇക്കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. അത് ചോദിക്കെങ്കിലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇരിക്കുമ്പോഴത്തെ ഒരു പ്രശ്നമുള്ളൂ. ഫുഡിന്റെ ഒരു ടെൻഷനില്ല. അതിനും ഒക്കെ ആയിരിക്കും അമ്മയുടെ അടുത്ത്. അല്ലുവിന്റെ കാര്യമാണ് ഇത്തിരി ടെൻഷൻ. അല്ലു ഇപ്പോഴായി പിന്നെ ഇമോഷണലി ഭയങ്കര ചോദിച്ചോണ്ടിരിക്കും അവളെ. പിന്നെ അല്ലുവിന് കൂട്ട് കാശുള്ളതുകൊണ്ട് പിന്നെ മൈൻഡ് മാറുമായിരിക്കും. ഫുഡടിയുടെ കാര്യം ഒരു ടെൻഷനാണ് അവൻ്റെ. അവളെ പിന്നീന്ന് പോണില്ല. കണ്ടാ, അല്ലു അവന്റെ പിന്നീന്ന് പോണില്ല അവളുടെ. മനസ്സിലായി അവന്. സെറ്റാക്കാം. കൊച്ചുമാരിയാക്കിയിരിക്കുന്ന കൊച്ചിനെ പിടിച്ചിട്ട് വെറുതെ ഇവനെ തല്ലി പിടിപ്പിക്കാറുണ്ടാ. എന്റെ മോള് അല്ലിമോളെ അല്ലിമോളെ കിട്ടിയില്ല നമ്മുടെ മോനെ, കിട്ടിയില്ലല്ലോ. പോട്ടെ അടങ്ങടി, അടങ്ങ് അടങ്ങ്. പോട്ടെ വിട്. ലീനമാമ ഇവിടെ, ലീനമാമയുടെ കൂടെ പൊക്കോട്ടെ മാമ. റിവെഞ്ച് എടുക്കാൻ പോണ. ഇപ്പൊ പറയോടെ പിടാൻ ബാത്റൂം പോയിട്ട് ഇരിക്കാലേ. കാച്ചി കാച്ചി അടി കൂടാൻ പോണ്ടി. അവൻ തൊട്ടാ. അതിന് വാ, ഓടി വാ. അവൻ കാണിക്കുന്നേ ദാഷ്ടൊക്കെ വെച്ച് ഇവരൊക്കെ തിരിച്ചു വിഷമത്തിന് പക്ഷെ അവനിങ്ങനെ നമ്മള് ഇത് നമ്മള് എക്സസൈസില് വാമപ്പിലൊക്കെ വരുന്ന ഒരു സാധനമാണ്. കാർഡിയോയിലൊക്കെ വരുന്നത് എന്തോ ചെയ്തപ്പോ സ്കന്ദനയുടെ പിന്നാലെ സ്കന്ദന മനസ്സിലാവില്ല എന്താ കളിക്കാൻ വിചാരിക്കാം. സ്കന്ദനയുടെ മുന്നിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അതായത് അല്ലുവിന്റെ ഒക്കെ അമർച്ചാണ് അറിയുന്നത്. വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ്. ബൈ, പോയിട്ട് റെഡാ. ബൈ. എവിടെ കാശി? അതെ, ഇപ്പൊ അവരെവിടെ അഭിനന്ദിച്ചാണോ? അവിടെ നോട്ടെ. ഗാഡി ആയിക്ക ഗൈസ്, ഗാഡി അങ്ങട് ഞാൻ പറയാ പോയിട്ട് വരാം. പറയട്ടാ. വിളിക്കാം ഞങ്ങള്. അമ്മനെ കൂടെ ചിലപ്പോ പോരേ. എന്താ സഞ്ചുണ്ട് എന്താ പറ്റേ പിള്ളേര് പോയിട്ടുണ്ട് നമ്മളൊക്കെ. ഇന്നലെ പോയി. പാറു മാത്രം. പിള്ളേരൊക്കെ ഇവിടെ അമ്മമാരെ ഏൽപ്പിക്കും. എന്നാലും വീട്ടിൽ ഒരുങ്ങുമ്പോഴും ഗൈസ്, കട്ട്ലേറ്റ്സ്, പിന്നെ കുറച്ച് ചൂയിങ്കം, പിന്നെ ഈ സാധനം എന്താ ബ്രൗണി.
കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗം കിടക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിടിച്ചു തുടങ്ങിയിട്ടോ. പണ്ട് ഞങ്ങൾ ഇതിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ സൈഡിൽ കൂടെ നമുക്ക് വിമാനം ലാൻഡ് ചെയ്ത് കാണാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻജന്മ സുഹൃതം എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞയക്കാനോ കൊണ്ടുവരാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെയുള്ള നമ്മൾ എയർപോർട്ടിൽ കയറി പോയിട്ട് എന്താ പറയുക, അങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കുന്നൊന്നും വിചാരിച്ചിട്ടുള്ള ഒരാൾക്കാരേ അല്ല. ഞങ്ങൾ അത് ഒറ്റയ്ക്ക്, ചേട്ടന്മാരൊന്നുമില്ല, പിള്ളേരൊന്നുമില്ല, ഒറ്റയ്ക്ക് ഞങ്ങൾ പോവാണ്. ഫീലിംഗ് കുറച്ചൊക്കെ പ്രൗഡ് തോന്നിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പോയിട്ട് വരാം. ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട്, എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കണ എന്തോ ഒരു വലിയൊരു വിഷമം നിൽക്കണം മനസ്സിൽ. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവരെന്തായാലും പോവത്തുള്ളൂ കേട്ടോ. അതുവരെ ഇവർ രണ്ടുപേരും പുറത്തുണ്ടാവും. ചേട്ടന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സഞ്ജുവിനെയാണ് ഫുള്ള് നമ്മൾ ചേട്ടന്മാർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പാടത്ത് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയി എങ്ങനെയാണ്. പിന്നെ നമുക്ക് അവിടെ കുറേ മലയാളീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടെ ലഗേജിൽ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അമ്മേ ഭഗവതിയെ, നമ്മളിപ്പോൾ 1 to 15 ആയിരുന്നോ? കയ്യിലുള്ള ലഗേജിൽ വെയിറ്റ് ഞങ്ങൾ ഓക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മൈ വേ കല്യാണിക്ക് എൻ്റെ വീട്ടിൽ ആത്തച്ചക്കയുടെ ഒരു വീഡിയോ കാണിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 ആത്തച്ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് 8 കിലോ ഉണ്ടായിരുന്നു, നമുക്ക് കയറ്റാൻ പറ്റിയില്ല. സോ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സീറ്റ് എടുത്ത് കിട്ടണമായിരുന്നു, അത് ചോദിക്കണം, പക്ഷേ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വെയിറ്റും നോക്കി സെറ്റാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബോർഡിംഗ് പാസ് കിട്ടാൻ പോവാണ് ഗൈസ്. പിന്നെ നമുക്കിതൊക്കെ എടുത്തു തരുന്ന ചേച്ചിമാരായാലും നമ്മളെ അറിയുന്ന ചേച്ചിമാരായിരുന്നു. അവർ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് നോക്കാം ബാക്കിയൊന്ന് നടക്കണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ 2 ചേച്ചിമാരും നമ്മുടെ കൂടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് നമ്മളെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നേരെ നമ്മുടെ ടെർമിനലിലേക്ക് പോവാണ് കേട്ടോ. ബാഗ് മാത്രം ചെക്കിംഗ് ആണ് തോന്നുന്നു. കീർത്തന, how is your experience? Very nice and very simple ആയിരുന്നു. ഇച്ചിരി ടെൻഷൻ ഉണ്ടെങ്കിലും നെക്സ്റ്റ് ടൈം നമ്മൾ ഒറ്റയ്ക്കായാലും ഓക്കെ ഒറ്റയ്ക്കായാലും വലിയൊരു സംഭവമല്ല. നമ്മളെന്ത് കാര്യം ട്രൈ ചെയ്യുന്നതാണ്. ഇനിയിപ്പം എനിക്കിപ്പോൾ ഓർമ്മ, ഫസ്റ്റ് വന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റുകൾ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഫ്ലൈറ്റുകൾ വന്നിരിക്കുന്നുണ്ട്. ചറപറ ഫോട്ടോസ് എടുത്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കയറുമ്പോൾ ശരിക്കും ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. എന്നടാ പറ്റില്ല കേട്ടോ, ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഫ്ലൈറ്റ് കാണാൻ. പക്ഷെ ഞാൻ ഗുജറാത്തേക്ക് അതെ ഇറങ്ങിയിട്ട് പോയിരുന്നു. കണക്ഷൻ ഫ്ലൈറ്റിൽ കാണാൻ പറ്റും, പക്ഷെ ഇതിന് പറ്റില്ല കേട്ടോ. നമുക്ക് ഇപ്പം ഇനി വെയിറ്റിംഗ് ആണ്. നമുക്ക് 1:45 ഫ്ലൈറ്റ്, 12:55 ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു ഡയറി മിൽക്ക് എടുത്ത് കഴിച്ചാലോ. ഞങ്ങളുടെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുന്ന പോലെ നമ്മുടെ ചേട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു ഞങ്ങളെ പറഞ്ഞയക്കാനും. അവർക്ക് ഭയങ്കര പ്രൗഡായിരുന്നു നമ്മൾ പോണ കാര്യം ആലോചിച്ചിട്ടും. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞയക്കേണ്ട കാര്യം ആലോചിച്ചിട്ട്. ആ ടെൻഷൻ പുറത്ത് കാണിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ചെറിയൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. മലയിലാണെങ്കിൽ നല്ല തിരക്കുമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു വിഷമവും ടെൻഷനും ഇതിൻ്റെ ഇടയിൽ കൂടെയും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ അനൗൺസ് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ വിളിക്കുമല്ലോ, നമ്മുടെ സി ആയിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഈ ഒരു ചേച്ചി നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു, നിങ്ങൾ വിളിക്കുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ
എത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഞാൻ ഫസ്റ്റ് ഏട്ടനായിട്ട് പോയിട്ടുള്ളൊരു സമയം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഏട്ടനായിട്ട് ഫസ്റ്റ് വിമാനത്തിൽ കയറിയിട്ട് സൈഡ് സൈഡിൽ ഇരുന്നപ്പോൾ എൻ്റെ ഓരോരോ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്ന നമ്മൾ വലിയവരുണ്ടല്ലോ, അതേപോലെ ഏട്ടൻ എന്നെ നോക്കിയിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഏട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് എന്നെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിമാനമൊക്കെ വന്ന് നമ്മളിപ്പോഴത്തേക്ക് കയറാൻ പോകണം. ആക്ച്വലി ഇത് അവർ വഴിയിൽ കൊണ്ട് പോയിട്ട് കയറാനാണെങ്കിൽ കുറച്ചുകൂടി കുറച്ചുണ്ട് കാനം. തൊട്ടടുത്ത് പിള്ളേർ പറയുന്ന വിമാനം അല്ലൊരു പാവകൾ കാശിക്കുട്ടൻ. ആക്ച്വലി ഗൈസ് ഞാനവിടെ അപ്പുറത്തെ സീറ്റിലാണ്, ഇത് ഫ്രണ്ട് ഞാനിപ്പുറത്തെ അടുത്ത സീറ്റിൽ കിട്ടുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാനാണ് വിചാരിക്കുന്നത് അങ്ങനെ കാര്യം പറഞ്ഞു നോക്കാം. ഞങ്ങൾ അടുത്തിരുന്ന ആളോട് സംസാരിച്ചപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വില്ലിങ് ആയി. ഞങ്ങളങ്ങനെ ഒരുമിച്ചിരുന്നു. വീണ്ടും ഏട്ടൻ വിളിച്ചു. അവരൊക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കായിരുന്നു. അമ്മയ്ക്കൊക്കെ ആയാലും അമ്മമാർക്കായാലും ടെൻഷനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അവർ ഓക്കെ ആയിരുന്നു, പിള്ളേരൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പറക്കാൻ പോവുകയാണ് ഗൈസ്. കീത്തുവിനും കുറച്ചധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പറയായിരുന്നു പ്ലെയിൻ. നമ്മുടെ കുട്ടച്ഛൻ്റെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനിങ്ങനെ എല്ലാവരോടും പറയണമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ പിള്ളേരിങ്ങനെ വിടുന്നത് ഇതൊക്കെ അങ്ങനെയൊക്കെ. പാറുമോൾ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവർ പോയ സമയത്ത് മലയിൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് സമയം ക്യൂ ഒക്കെ നിന്നിട്ടാണ് അയ്യപ്പനെ കണ്ടിരുന്നത്. അപ്പോൾ പാറുക്കുട്ടനെ കൊണ്ടാണല്ലോ ഇവർ പോകുന്നത്. അവൾക്ക് അവളുടേതായ കുറച്ച് വാശികളൊക്കെ ഉണ്ടാവുമല്ലോ. പാറുമോൾ നല്ല ഉറക്കമാണ്. ഞാൻ വിളിച്ചിരുന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ ഒരു പമ്പയിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചത്. സോ ഞങ്ങൾ നോണൊന്നും കഴിച്ചില്ല കേട്ടോ. അഭിഷേകം കഴിഞ്ഞിട്ടേ നമ്മൾ നോൺ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ വെജിറ്റബിളാണ് ഫുഡ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടച്ഛൻ പറയാണ്, പോയി വാ മക്കളെ, പോയി വായോ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്നറിയില്ല, പക്ഷേ അച്ഛൻ്റെ ഈ ഫേസിൽ ഞങ്ങൾക്ക് അതൊരുപാട് മനസ്സിലാവും. അച്ഛനെ ഞങ്ങൾക്ക് നന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കീത്തുവിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാനായിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ कोचिन से दिल्ली जा रही है 8:03 पर हमारे स्टारलाइन सदस्यों का भी हार्दिक स्वागत है। हमारा दिल्ली तक उड़ान का समय लगभग 3 घंटे रहेगा। कप्तान अवंती संगमा का എനിക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ചെവി വേദന വരാറുണ്ട്. അന്ന് പോയ സമയത്ത് നമ്മൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഫ്ലൈറ്റിൽ ഞാൻ ഗുജറാത്തേക്ക് പോയ സമയത്ത് ചെവി എൻ്റെ പൊട്ടി തെറിച്ച പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പോഴും നല്ല ചെവി വേദനയുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് യാത്രയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഇഷ്ടം അല്ലേ കാണാനായിട്ട്. കുറേ മേഘങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ചിറകിട്ട് തൊട്ട് സൈഡിലായതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ കുറേ നമ്മൾ സ്വർഗം, നമ്മുടെ കോൺസെപ്റ്റുള്ള സ്വർഗം ഉണ്ടല്ലോ, അതേപോലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ട്രെയിൻ യാത്രയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സൗണ്ടിൽ വർത്താനം പറയുക, കുറച്ച് കാറ്റ് കൊള്ളും, കുറച്ചായിട്ട് നടക്കുക. ഇതുപോലെ നമ്മൾ ഭയങ്കര സൈലൻ്റായി സ്റ്റാച്യു പോലെ ഇരിക്കണം. പിന്നെ വല്ല സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് പിന്നെ ഡെയിലി യാത്ര ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്കത് എന്താ പറയുക, എനിക്കത് വലിയൊരു സുഖമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കീത്ത് ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഫുഡ് പെട്ടി. ഫുഡ് നമ്മൾ വെജിറ്റബിൾ ഫുഡാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, തൈര് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ റൈസാണ്. തൊട്ടപ്പുറത്തിരുന്ന ആൾക്കാരും നോണാണ് പറഞ്ഞിരുന്നത്. അവർക്ക് ഇതിൽ ഈ ഒരു എനിക്ക് തോന്നുന്നു കോളിഫ്ലവർ കറി ആണെന്ന് തോന്നുന്നു. പിന്നെ വെജിറ്റബിൾ റൈസാണ്. വെജിറ്റബിൾ റൈസിനൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, അത് മെയിനായിട്ട് പറയണം. നല്ല ചൂടുള്ള റൈസായിരുന്നു. പിന്നെ ബണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൈര് ശരിക്കും നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഉപ്പില്ലാത്ത നല്ല കട്ട തൈര്.
ഞങ്ങൾ അതും കൂട്ടിയിട്ട് കഴിച്ച്. ഈ ഒരു പച്ച കളറുണ്ടല്ലോ എൻ്റെ പൊന്നെ, അതെനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. കഴിച്ചിട്ട് കുറേ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്തോ മല്ലിയിലയല്ല സാധനം, വേറെ എന്തോ ഒരു ഇല കൊണ്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. ഓക്കെയാണ്, ഫുഡ് ഓക്കെയാണ്. നമ്മളപ്പോൾ അത് കഴിച്ചു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സദ്യയുടെയും അതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതിലത്തെ ബണ്ണും ബട്ടറും. ഫസ്റ്റ് ടൈമാണ് ബണ്ണും ബട്ടറും കഴിക്കുന്നത്. എനിക്ക് വീട്ടിലൊന്നും ഇത് ഇഷ്ടമേ ഇല്ല, പക്ഷേ വേറെ സ്റ്റൈലിൽ കഴിക്കാൻ പോവാണ്. രസമുണ്ട് കേട്ടോ ഗൈസ്. രസം നമുക്ക് തോന്നേണ്ട കാര്യം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഫുഡിനെ വെച്ചിട്ട് നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഫീൽ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വിശപ്പ് നല്ല രീതിയിൽ മാറ്റും. അതിൽ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ബണ്ണൊക്കെ വന്ന് വീർത്ത് സെറ്റാവും, ശരിക്കും സെറ്റാവും. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മളൊരു ദോശ മാത്രം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതിനൊരു ഗ്യാസ് ഫോം ചെയ്ത്, പിന്നെ അതിൻ്റെ ഒരു കട്ട്ലേറ്റ് വെജിറ്റബിൾ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഫോം ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഫുഡ് വയറ്റിലേക്ക് തട്ടി, അപ്പോൾ നല്ല രീതിയിൽ ഗ്യാസ് കയറിയായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക്, എൻ്റെ പൊന്നെ, ഈ കേക്ക് ശരിക്കും ഭയങ്കര ചോക്ലേറ്റിൻ്റെ പക്ക സാധനമായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ച്, കാരണം എനിക്കിത് കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഇനി എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചു. കീത്തുവിന് അത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലോണം ഉറക്കം വന്നിട്ടായിരുന്നു. വയറിന് തിങ്ങി നിൽക്കണം. അത് പണ്ണ് കഴിക്കുമ്പോൾ തന്നെ വയറിനറിയും. ബണ്ണ് എപ്പോഴും നമ്മൾ കാണാറില്ല. ഫസ്റ്റ് ടൈം ആട്ടോ ഫ്ലൈറ്റിൽ ഫുഡ്. അന്ന് പോയപ്പോൾ ഫുഡ് ഉണ്ടായില്ലേ, നല്ല ഫുഡാണ്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദി ആളാണ്, പക്ഷെ ആൾ നോണാ പറഞ്ഞത്. ആൾക്ക് ചിക്കൻ കറി, ചിക്കൻ, പിന്നെ എന്തൊരു നോൺ സാലഡ് അതായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. കീത്തുൻ്റെ ചോക്ലേറ്റ് ഞാനങ്ങനെ കുത്തിക്കയറ്റി ഛർദ്ദിക്കാൻ. അപ്പം എൻ്റെ വയറ് നിറഞ്ഞിട്ടാ. എനിക്ക് ഇനി അവിടെ ചെന്നിട്ട് മതി എന്തെങ്കിലും. ഓക്കെ, ഇനി ഉറങ്ങാല്ലേ കുറച്ച് നേരം. സാറ്റിസ്ഫാക്ഷൻ ഇതെന്താ അതെ ഉറങ്ങേരെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ, അപ്പുറത്തേക്ക് ചേട്ടൻ. ഇതെന്താ പിള്ളേർ തിന്നണോ കുടിക്കണോ ഒക്കെ വീഡിയോ. വയസ്സായ ആളാണ്, പഞ്ചാബി എന്ന് തോന്നുന്നു. നൈസാണ്, ഡീസൻ്റാണ്. അപ്പോൾ അവർ ഇങ്ങനെ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ എന്നത് ഫുൾ ടൈം തിന്നണേനും കുടിക്കണം ഒക്കെ ഫോൺ എന്താണ്. ആകാശം താഴെ ഞങ്ങളൊന്നും കാണില്ല. ഒരു കേരളം കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ മാപ്പ് ഞാൻ കണ്ടായിരുന്നു. വേറെ പണിയില്ലല്ലോ, അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു. നമ്മുടെ തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചുണ്ടത്തെ ലിപ്സ്റ്റിക്കൊക്കെ പോയി. നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. പ്ലേ ചെയ്തിട്ട് നമുക്ക് എനിക്ക് വിമാനത്തിൽ കയറിയിട്ട് എനിക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ഉറക്കം വരും. നമുക്ക് നല്ലോണം ഉറക്കം വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് നമ്മൾ ഉറക്കം വന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മുടെ പ്ലെയിൻ മൂവ് ആവണതിനനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ അനുസരിച്ചിട്ട് എനിക്ക് ചെവി നല്ല രീതിയിൽ വേദന എടുത്ത് തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ ഉമിനീര് ഇങ്ങനെ ഇറക്കുന്നതിനനുസരിച്ച് അത് ഓപ്പൺ ആവും. ഹെഡ്സെറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്താൽ മതി, അത് സെറ്റാവും. പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നില്ല. എനിക്ക് പിന്നെന്താ പറയുക, നമ്മൾ ഹമ്പൊക്കെ കയറുമ്പോൾ നമുക്കൊരു സാധനം വരില്ല വയറ്റിൽ കൂടെ, അതിങ്ങനെ കണ്ടിന്യൂസ്ലി ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ആകാശത്തുനിന്ന് താഴേക്ക് കാണുന്ന വ്യൂ സൂപ്പറാണ്. എൻ്റെ വീട്ടിലത്തെ മേലെ കൂടെ ഇഷ്ടംപോലെ പ്ലെയിൻ പോകാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മേലെ കൂടെ ഒക്കെ പ്ലെയിൻ പോകുന്നത് നമ്മൾ വിമാനത്തിലിരുന്ന് കാണുകയാണെങ്കിൽ എത്ര അടിപൊളിയായിരിക്കില്ലേ. പക്ഷേ നമുക്കറിയില്ലേ ഏതൊക്കെ റൂട്ടിലുള്ളതാണ് നമ്മുടെ വീടിൻ്റെ മേലെ കൂടെ പോകാതെ, നമുക്കറിയില്ലല്ലോ. ഇത് നമ്മുടെ 70 Pro Maxൻ്റെ മാത്രം ഒരു കഴിവാണ്. അത്രയും സൂമിങ് കാപ്പബിലിറ്റി നമ്മുടെ ഈ ഒരു ഫോണിനുണ്ട്. ഞാൻ മേലേലിരുന്നിട്ടാണ് കേട്ടോ ഈ ഒരു സൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വെഹിക്കിൾസൊക്കെ ഇങ്ങനെ പോണത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. ബിൽഡിങ്സും കേട്ടോ, ഈ റോട്ടിൽ വണ്ടികളൊക്കെ പോണത് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വ്യൂ കൂടെ പോകും ഗൈസ്. ഇനി നമ്മളിത് താഴേക്ക് ഇറങ്ങാണ്. നമ്മളിങ്ങനെ ഡൽഹി എയർപോർട്ടിൽ
നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ പുറത്തുണ്ട്. ലഗേജ് എടുക്കട്ടെ ഫസ്റ്റ്. എന്താ ഇത് എവിടെയാണ് നമ്മളെവിടേക്കാ പോകുന്നത്? ഇവരുടെ ഒക്കെ പിന്നാലെ പോവാൻ ലഗേജ് എടുക്കാൻ പോണത് എവിടെയാണ്? അതിൻ്റെ ഇടയിൽ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ലഗേജ് എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്കും ഗീത്തനും കൂടെ ഒരൊറ്റ ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ദിവസത്തെ ഡ്രസ്സ് മാത്രമല്ലേ നമുക്ക് വെക്കേണ്ടുള്ളൂ. 2 ലഗേജ് എന്തിനാ ക്യാരി ചെയ്യണമെന്ന് വെച്ചിട്ട് ഒറ്റ ലഗേജ് ആയിരുന്നു. ഈ ലഗേജ് എൻ്റെ ലഗേജാണ് തോണ്ടത് ഈ പോണത് കേട്ടോ. ഇതല്ല നെക്സ്റ്റ് ഈ ഒരു ലഗേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു കീത്തു ഇത് നമ്മുടെ ലഗേജ് അല്ല. അപ്പോൾ കീത്തു പറഞ്ഞു അഞ്ചു ഇത് നമ്മുടെ ലഗേജ്. ഇതിൽ കണ്ടു അതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ലഗേജ് ആണടി. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ കീത്തു പറഞ്ഞു എടി പൊട്ടിക്കാളി എന്തൊക്കെയാ വീഡിയോ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഇറങ്ങുന്ന വീഡിയോയിൽ ഈ പെട്ടിയും പിടിച്ച് ഈ ഉണ്ട്, ആ പെട്ടിയുമ്പോൾ സ്റ്റിക്കറും ഉണ്ട്. ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യം. ഈ ഒരു പെട്ടിയും പിടിച്ചിട്ട് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഗൈസ്. എവിടെ പോകണ്ടെങ്കിലും ഞാൻ ആ പെട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ആ പെട്ടി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. നീ എന്ത് പാടേ ഏതാ ചീത്ത പറയായിരുന്നു. ഒരബദ്ധം ആർക്കും പറ്റും അല്ലേ ഗൈസ്? നമ്മളെ അതെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ഡ്രൈവർ നിൽക്കുന്നുണ്ട്. അത് കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവില്ല. കാരണം ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഇവിടെ. അതായത് ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ട്. നീ പറഞ്ഞത് എയർപോർട്ട് അല്ലേ? വലിയ എയർപോർട്ട് അല്ല. ഞാനിത് ഭയങ്കര വലിയ എയർപോർട്ട് നല്ല സൗകര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലോ തിരക്കുണ്ട്, പിന്നെ നമുക്ക് പരിചയമില്ലേ. അപ്പൊ ആളിപ്പോ വരും. അവസാനം പറഞ്ഞു നിങ്ങളുടെ നിൽക്ക്, ഞാനും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇതായിരുന്നു ആ പയ്യൻ. ഞങ്ങൾ നല്ല രീതിയിൽ നാണം കിട്ടായിരുന്നു. ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടെന്ന് അയാൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഞങ്ങളുടെ ബോർഡും തൂക്കി ഇപ്പം ഞങ്ങളെ നോക്കി കൊണ്ടടക്കാട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി കാർഡ് കണ്ടപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തി ഈ കുട്ടിയെ, അല്ല ഇത് ഒരുപാട് ഈ കുട്ടിയെ കഷ്ടപ്പെടുത്തി. ഗൈസ് നമ്മളിപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകാൻ പോകുന്നത്. എല്ലാം ഓക്കെയാണ്, ഇതുവരെ എല്ലാം ഓക്കെയാണ്. പയ്യനെ നമ്മൾ കുറച്ചൊന്ന് ഓട്ടം കറക്കിയെങ്കിലും കുഴപ്പമില്ല, സെറ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് ടയേർഡാണോ? എനിക്കൊരു ഒലച്ചിൽ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? കുറേ ഇങ്ങനെ ഈ ബസ്സിലൊക്കെ ഇരുന്ന് യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ഭയങ്കര ക്ഷീണം വരും. ഇത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഇവിടുത്തെ സമയം എത്രയാടാ? 6 മണി ആവുന്നുള്ളൂ. പക്ഷെ നല്ല ഇരുട്ടായി. ഇപ്പം ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ എൻ്റെ ഒരാളിപ്പോൾ വരും. ആളെ കാണാം. ഞങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് റൂമാണ്. അതെത്രയോ ഫ്ലോർ സെപ്പറേറ്റ് ഓക്കെയാണ്, സെപ്പറേറ്റ് ഫ്ലോറാണ് ഗൈസ്. അതാണ് രസം. ഞാൻ വിചാരിച്ചൊരു മുതലുണ്ട്, ആ മുതലേനെ ഞാൻ കാണുന്നില്ല. മുതലിറങ്ങിയിട്ട് കുറച്ച് നേരമായി എന്നാണ് പറഞ്ഞത്. എവിടെ അത് കാണിച്ചരാം. ഞാൻ പറഞ്ഞ മുതല ഇതാണ്. ആ മുതല വീട്ടിൽ പൊടി കഴിയോ? അടിച്ചടിച്ച് പണി കിട്ടി. എപ്പോൾ തരാന്ന് പറഞ്ഞ റൂം? ഇടിക്കാണ്ടും കുത്തോണ്ടും ഇൻസ്ട്രക്ടറാണ് ഞങ്ങളുടെ വഴികാട്ടി. ആണല്ലേ? എടാ ഞങ്ങൾ ഫസ്റ്റ് അല്ലേ, നിങ്ങൾ കൊറേ ആയല്ലോ. എന്താ മൊത്തം പ്രശ്നമാണല്ലേ ദൈവം. കല്യാണി ഇതെന്റെ റൂമിലേക്ക് എല്ലാരും വരും. കേക്കുണ്ട്. ഞാനും കല്യാണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 വർഷത്തെ പരിചയമുണ്ട്. ഫോണിൽ കൂടെ മാത്രമുള്ള പരിചയമുള്ളൂ. വീഡിയോ കോൾ വിളിക്കും. പിന്നെ ഒരുപാട് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കീത്തുനായിട്ട് ഒട്ടും കണക്ഷൻ ഉണ്ടായതില്ല. പക്ഷേ അവളായിട്ടും ഭയങ്കര കമ്പനിയായി. ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി.
ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനേക്കാളും വലിയൊരു ഇടിവെട്ട് സംഭവമാണ് അവൾ. വെറുതെ ഇരിക്കുന്ന എൻ്റെ കാല് പിടിച്ചിട്ട് മേത്ത് കയറ്റി വെച്ച് എന്തൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തല്ല കേട്ടോ. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ രവീണയും നെറിനൊക്കെ ഉണ്ട്. അവരൊന്ന് മീറ്റ് ചെയ്യാൻ പോകണം. അവരാണെങ്കിൽ ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലാണ് കേട്ടോ. നമ്മളപ്പോൾ ഇപ്പോഴും വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാട്ടോ. കീത്തുൻ്റെ റൂമിൽ പോയി ഇനി എൻ്റെ റൂമിലേക്ക് പോകണം. എത്ര അറിയാൻ അതെ, പിന്നോക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. യെസ്, ഫ്രൂട്ട്സ് ഒന്ന് അപ്പുറത്തേക്ക് മാറി ഇരുന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറി ഇരുന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഒന്ന് വീഡിയോ എടുത്തോ. ഗൈസ്, ഇത് നിഖിൽ പറഞ്ഞറിഞ്ഞ് ഞങ്ങൾ കൊതിച്ചു പോയ കപ്പ് കേക്ക് ആണ്. സീരിയസ് യൂട്യൂബിന്റെ കപ്പ് കേക്ക് ആണോ? ആണോ? നമ്മളെ ഹലോ ഗൈസ്, ഹലോ കുട്ടികളെ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നമ്മളിവിടെ റൂമിൽ എത്തി. അപ്പൊ തന്നെ നമ്മുടെ ചേച്ചി ഓടി വന്ന് താഴേക്ക് ഞങ്ങൾ എടുത്തിട്ട് പോയി. ഇപ്പൊ കീത്തുന്റെ റൂമിൽ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ ആത്തച്ചക്ക തരാന്ന് പറഞ്ഞു. ആത്തച്ചക്ക കഴിച്ചു. യെസ്, ആത്തച്ചക്ക ഞാൻ അയ്യോ അതിട്ടില്ല. ആത്തച്ചക്ക ഇതിന് മുമ്പത്തെ വീഡിയോയില് ഇവൾക്ക് ആത്തച്ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നീന് പറഞ്ഞത് ഇവിടെ കേട്ടില്ല, ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ നഷ്ടായിരില്ലേ. ഞാൻ വിചാരിച്ച് കേട്ടത്തില്ലെന്ന്. ഞാൻ പക്ഷെ റിസ്ക് എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാന്ന് വെച്ചു. ഞാൻ കൊണ്ടുവന്നു. തുറന്നൊന്നും നോക്കില്ലടാ, ജസ്റ്റ് ഇവിടെ നോക്കിയുള്ളൂ. അപ്പം ഇവൾക്ക് കൊടുക്കാം, ആത്തച്ചക്ക കൊടുക്കാം അല്ലെ. പറയും ഞങ്ങളെ കണ്ടതില് എന്താണ് സന്തോഷം ഉന്നയിക്ക് പറയും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് അഞ്ജുനെ മാത്രമേ പരിചയമുള്ളായിരുന്നു. ഈ ഇവളെന്നോട് പറഞ്ഞ് കണ്ട കീത്തൂന് ഇഷ്ടമല്ല കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കല്യാണി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അത് ശരിയാ, ഞാൻ എപ്പോഴും ഇങ്ങനെ കല്യാണി അതൊക്കെ മതി. എനിക്ക് തോന്നുമ്പോ അതായത് അല്ലല്ല അതെ എല്ലാരും കാണുമ്പോൾ കീത്തു ചാടിയെന്ന് തോന്നാറുണ്ട്. പക്ഷെ കീത്തു അങ്ങനെയല്ലോ. കീത്തു പ്യൂർ വന്നപ്പോ ഭയങ്കര ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത്. അപ്പൊ ഇവിടെ എന്നെ ഫോളോ ചെയ്യുന്നില്ല. ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് ഗുഡ് പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? നിങ്ങളെ കണ്ടപ്പോ ഇഷ്ടം? നിനക്ക് എന്നെ കണ്ടപ്പോ സന്തോഷമായിരുന്നു? എനിക്ക് കീത്തുനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. എന്നെ കണ്ടപ്പോ നിനക്ക് സന്തോഷമായില്ലേ? ഇത് നല്ലത്. നമ്മള് ഭയങ്കര ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര പാവാണ്. അതെ, ലുക്ക് വൈസ് തോന്നുന്നതാണ്. പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു. ഇല്ല ഇപ്പൊ ഇല്ല. നേരിട്ട് കണ്ടപ്പോ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിന്നെ കണ്ടപ്പോ ചിരിച്ചു. അതായത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് എന്നെ കണ്ടപ്പോ നിനക്ക് സന്തോഷമില്ല. ഇവിടെ ഇങ്ങോട്ട് വന്ന് മുട്ടി പണ്ട്, ഇപ്പോഴൊന്നും അല്ല. അപ്പൊ ഞാൻ ഇനി ഫേക്ക് അക്കൗണ്ട് വല്ലോ വന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ. എനിക്ക് ഒരു സംഭവം ഉണ്ട്. കൊണ്ട് കാണിച്ചു. മെസ്സേജ് കണ്ടോ ആദ്യമായിട്ട് എനിക്ക് അയക്കുന്ന ഉണ്ണിവാ ചേച്ചിയാ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മുന്നിൽ കഴിഞ്ഞപ്പോ ഇങ്ങനെ നോക്ക് കണ്ടോ ഇവരൊരു വീഡിയോ ഇട്ട എന്ത് വ്യൂസ് ആണ്. ഇവളെനിക്ക് മെസ്സേജ് ഇവളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. അപ്പൊ ചേച്ചി വോയിസ് ഇപ്പൊ കേൾപ്പിച്ചു. വോയിസ് ഞാൻ എന്നിട്ട് അത് കാണിക്കാൻ ആരുമില്ല നിന്നെ കൊണ്ടുവന്നിട്ട്. പക്ഷെ ഇവളിപ്പോ
ഒരുപാട് ഉയരങ്ങളിലാണ്, അകലെയാണ്. അതെ, ഉയരങ്ങളിലാണ്. നമ്മളിപ്പോ എത്രാമത്തെ ഫ്ലോറിലായിരിക്കും? ഗൈസ്, അപ്പൊ ഞാൻ ചക്ക കൊടുക്കട്ടെ. ചക്ക എന്ന് പിടിച്ചിരിക്കുന്നു. നിനക്ക് അവിടെ വെക്കണോ? ഞാൻ കുഞ്ഞിലേ കഴിച്ചതാടി. എനിക്ക് അതുകൊണ്ടങ്ങ് നോക്കണ്ട. എനിക്ക് ഇഷ്ടല്ല. എന്താ? ഇവിടെ കൊണ്ടായിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച സാധനം നല്ല പ്രത്യേകമാണ്. 2 ചക്ക അപ്പൂസിനും സ്വിച്ചേട്ടനും കൊടുക്കാട്ടാ. വിളിച്ചോട്ട് കൊടുക്കാം. അപ്പു പറയും വേണ്ട. ഇനി അരിയിൽ പൂട്ടിച്ച് ഒരു ചോള തരും. വേണ്ടാങ്ങിട്ട് പക്ഷെ കൊതി തട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാ വായിച്ചെന്നെനിക്ക് കൊടുക്കടി. ഇതിന് അമ്മായിമാര് ഇരുന്നിട്ട് നല്ല വൈറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഇടൂല കുട്ടി. എന്തോ അയ്യോ ക്യൂട്ട്നെസ് ആര് വിതറും? അയ്യോ അവിടെ വിതരണം, ഇവിടെ വിതരണം, ഞാൻ എവിടേക്ക് വിതരണം? അതെ, ഞങ്ങളിനി നമ്മുടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അപ്പൊ കുറച്ച് നമുക്ക് അവരുടെ അടുത്ത് പോവാം അല്ലേ? അതെ ഏട്ടാ. ഓക്കെ അല്ലേ ഏട്ടാ? അപ്പോൾ നമ്മൾ ക്രൗൺ പ്ലാസയായിരുന്നു ഡൽഹിയിലെ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം നെറിൻ്റെ റൂമിലേക്ക് ചെന്നു. ഇവരൊക്കെ ആണെങ്കിൽ എത്രാമത്തൊക്കെയോ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇവൻ്റ് ആണ്. ഇവരുടെ കുറേ ഇവൻറ്റുകളായി. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കളങ്കമില്ലാത്ത കുട്ടിയാണ്. ഇവിടെ എന്താ ഭയങ്കര തണുപ്പ്. നമ്മളെല്ലാവരും കൂടെ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫുഡ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. തൊട്ടടുത്ത് തന്നെ എന്തൊരു കല്യാണമോ എന്തൊരു ഫംഗ്ഷനോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. ഇവിടെ നോൺ ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു, വെറൈറ്റി സാധനങ്ങൾ. പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വീറ്റ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. പപ്പടം, അത് ഇത് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ അസ്വി ചേച്ചിയും ഉണ്ണിമായും ഉണ്ടായിരുന്നു. അസ്വി ചേച്ചി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലം കൊണ്ട് നമുക്ക് കാണുന്ന ആൾക്കാരാണ്. പക്ഷെ ഫസ്റ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്യണത്. പണ്ടുണ്ടല്ലോ അസ്വി ചേച്ചി, എൻ്റെ കല്യാണ സമയത്തുണ്ടല്ലോ, ഇപ്പുറത്തേക്ക് എൻ്റെ കല്യാണ സമയത്ത് ഈ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിച്ച് വിട്ട വീട്ടിൽ ചെന്ന് നല്ല ഭംഗിയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണല്ലോ. അപ്പൊ മുടി എങ്ങനെ കെട്ടാം അതൊക്കെ ഞാൻ ചേച്ചിനൊക്കെ പഠിച്ചിട്ടുള്ളത്. പണ്ട് ചേച്ചിയുടെ വീട്ടിൽ വെച്ച് ചേച്ചി താലൊക്കെ ഉണ്ടാക്കുമായിരുന്നില്ലേ, അതൊക്കെ നോക്കിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് കേക്ക് കഴിക്കാം. ഇത് യൂട്യൂബ് എടുത്ത് തിന്നെ. യൂട്യൂബ് വിശ്വസിക്കാൻ പാടില്ലടി. കഴിച്ചു, നീ കഴിക്കണി. ദിലീപ് ചേരാൻ നമ്മള് കൊറേ വട്ടം ചുണ്ടോക്കട്ടെ, കളർ നോക്കി പല്ലമ്മ കല്യാണി രവീണ മോളെ. അങ്ങനെ ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് കുറേ ചില്ലടിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോവാൻ ഒരു ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കിട്ടുന്നത്. അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് അടി ആയാലും എല്ലാ കാര്യങ്ങളും മീൻസ് നമ്മളെടുക്കുന്ന എഫേർട്ടിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതുപോലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. എന്താ പറ്റി ഇത്? രവിനെ കുട്ടിക്ക് തിരക്കുണ്ടോ?
ചൂട് അതെ വല്ലാത്ത ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ ഡൽഹിയിൽ ചൂടാണെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. ഡൽഹിയിൽ ആക്ച്വലി ചൂടുണ്ടാണ്. അതെ എനിക്ക് തോന്നാതെ നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്യണമായിരുന്നോ? അതിനുശേഷം തണുപ്പ് സഹിക്കാൻ പറ്റണ്ടായപ്പോൾ ഞങ്ങൾ ഈ ഒരു വാഷ്റൂമിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചൂടുണ്ടായിരുന്നു, അധികം തണുപ്പുണ്ടായിരുന്നില്ല. ഞാൻ ഓരോന്ന് കാണിക്കാൻ കണ്ടിട്ട് രവീണ പാവം അന്താളിച്ച് നിൽക്കുക, എന്താ ഇവൾ പറയണേ, എന്താ ഇവർ കാണിക്കരുത് എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ കോമഡി വെച്ച് നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തരുടെ ക്യാരക്ടർ ഓരോ തരമാണ്. പക്ഷെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റി. എന്താ പറയുക, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 11 to 3:30 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഓരോ വിശേഷങ്ങളും നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. നമ്മൾ 10 പേര് ഒരു വീട്ടിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. റൂമിൽ പോയതിന് ശേഷം എൻ്റെ റൂമിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ റൂമിലത്തെ സാധനങ്ങൾ കൊണ്ട് ഞാൻ കീത്തിൻ്റെ റൂമിൽ കിടക്കാൻ പോവാണ്. അത് കണ്ട് അന്താളിച്ച് നിൽക്കാൻ കേട്ടോ ഇവര്. ഞാൻ ആവശ്യത്തിന് എനർജി ഉണ്ട് എനിക്ക്. അതാ ബാത്റൂമിലുണ്ട്. എനിക്ക് വയ്യടി, സഹിക്കാൻ വയ്യടി. ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. ഈ സാധനം ഉണ്ടെന്ന് ഞാൻ ഇന്നാ അറിയുന്നത്. അന്ന് വന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്തെ പറയുന്ന പൈസ വാങ്ങണം. അല്ലടി യൂട്യൂബ് കൊടുക്കും. എന്തൊക്കെയുണ്ട് ആ മേശക്കകത്തൊക്കെ ഓരോ സാധനങ്ങൾ കാണും ചിലപ്പോ. രാവിലെ ഇങ്ങോട്ട് വരുന്നില്ല. ആ റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. നോണ്ട കോഫി പൗഡർ, ടീ പൗഡർ. ആക്ച്വലി ഞങ്ങളിങ്ങനെ വെള്ളം കാണാത്ത പിള്ളേരെ പോലെ കാണിക്കണം കണ്ടിട്ട് രവീണയ്ക്കും നെറിനും കല്യാണിക്കൊക്കെ ഇതെന്തുവാണ് അപ്പൻ ഇവരിങ്ങനെ ആ ഒരു സംഭവമാണ്. ഇനി പുക ഇവർക്ക് ഞങ്ങൾ മനസ്സിലായിക്കോളും. ഞങ്ങൾ പോക്കറ്റിലൊക്കെ വെക്കുന്ന കണ്ടിട്ട് അതൊക്കെ എടുത്ത് പെട്ടിയിലാക്കിയവർ, നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെയും കൂടെ നാണം കെടുത്തല്ലേ. അങ്ങനെ രവീണ കെഞ്ചി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് ഇവർക്ക് നമ്മുടെ സ്വഭാവം അറിയില്ലല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വയം ഏകദേശം ഒരു മനസ്സിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് 2 റൂമിലായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഒരൊറ്റ റൂമിൽ പോവാണ്. ഇപ്പം തന്നെ സമയം ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ എൻ്റെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ കെടുപ്പായി. ബാക്കി 3 കൂടെ ഞങ്ങൾ ഒരുപാട് കഥകളും വിശേഷങ്ങളും പുരാണങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായി. നമുക്കിനി നെക്സ്റ്റ് ഡേ നേരത്തെ തന്നെ എണീറ്റിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടായിരിക്കും. ഈ ഫുഡ് കഴിച്ചിട്ട് ഇവർ തന്നെ നമ്മൾ ഇവൻ്റ് നടക്കുന്ന ഗൂഗിളിൻ്റെ ഓഫീസിലാണ് നമുക്ക് ഇവൻ്റ് നടക്കുന്നത്, അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവൻറ്റിൻ്റെ വീഡിയോസായിട്ട് വീണ്ടും വരുത്തിട്ട് ബൈ, സീ യു.